നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്കാൾപ്പിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിയാണ്. നമ്മൾ ഓൾറെഡി ഒരു സ്ട്രാറ്റജി പറഞ്ഞു കഴിഞ്ഞു. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാകും. ഗോൾഡിലേക്ക് ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡിലൊക്കെ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ സിമ്പിളായിട്ടുള്ള മികച്ച ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതെന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ സ്കാൽപ്പിംഗ് സ്റ്റൈൽ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എന്താണത്? അതായത് പെട്ടെന്ന് എൻട്രി എടുത്ത് എക്സിറ്റുകൾ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് 4 hour 1 hour ഡെയിലി ക്യാൻഡിൽസോ വീക്കിലി ക്യാൻഡിൽസോ അല്ല. നമ്മൾ 5 മിനിറ്റ്സിൻ്റെ 15 മിനിറ്റ്സിൻ്റെ സാധാരണയായിട്ട് 5 മിനിറ്റ്സിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുക. 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസ് വെച്ച് പെട്ടെന്ന് എൻട്രി എക്സിറ്റ് അത്തരത്തിൽ ട്രേഡ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി പരിചയപ്പെടുത്തുന്നത്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നോക്കാം, നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അറിയുന്നതിന് മുന്നേ നമുക്ക് എന്തറിയണം? സെഷൻസിനെ പറ്റിയിട്ട് അറിയണം. അപ്പോൾ ട്രേഡിംഗ് സെഷൻസിനെ പറ്റിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതാദ്യം കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കണ്ടിട്ട് വരിക, മുഴുവനായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഈ സെഷൻസ് നമുക്ക് MT4, ഇവിടെ നിങ്ങൾ കാണുന്നത് MT4ൻ്റെ പ്ലാറ്റ്ഫോമാണല്ലോ. XAU USD ഗോൾഡിൻ്റെ MT4ൻ്റെ ആ ഒരു ചാർട്ടാണ്. ഗോൾഡ് USD എന്നുള്ള പേരിൻ്റെ MT4ൻ്റെ ഒരു ചാർട്ടാണ്, 5 മിനിറ്റ് ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് MT4ൽ ആഡ് ചെയ്യണം, അതായത് സെഷൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യിക്കുന്നത്. ആദ്യം അപ്പോൾ MT4ൽ എങ്ങനെ ഈ സെഷൻസ്, ട്രേഡിംഗ് സെഷൻസ് ആഡ് ചെയ്യും, അതാദ്യം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ബ്രൗസർ എടുക്കുക, എന്നിട്ട് forex സെഷൻ ഇൻഡിക്കേറ്റർ ഫോർ MT4 എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് ആദ്യത്തെ സെർച്ച് റിസൾട്ട്സ്, അതായത് fxssi.com പോയാലും ഈ forexfactory.com പോയാലൊക്കെ കിട്ടുന്ന ഇൻഡിക്കേറ്ററുകളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അതുകൊണ്ട് ഏതായാലും പ്രശ്നമില്ല. നമുക്ക് ആദ്യത്തിൽ തന്നെ പോകാം. നോക്കിയേ, fxssi.com ട്രേഡിംഗ് സെഷൻ ഇൻഡിക്കേറ്റർ ഫോർ MT4 ക്ലിക്ക് ചെയ്യുക. നോക്കിയേ, ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങളിവിടെ കാണുന്നില്ലേ? ഹൗ ടു ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ട് ഡൗൺലോഡ് കാണുന്നുണ്ട്, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ, ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫോൾഡർ ഓപ്പൺ ആവുന്നുണ്ട്. ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫയലാണ് നിങ്ങൾ കാണുക. ഈ ഫയൽ എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. ഈ ഫയൽ നമ്മൾ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് MetaTrader 4ൻ്റെ പ്ലാറ്റ്ഫോമിൽ പോകുക. ഈ സ്റ്റെപ്പൊക്കെ ഇതുപോലെ തന്നെ ചെയ്യണം. നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഒരു ഇൻഡിക്കേറ്ററൊക്കെ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഫയലിൽ പോവുക, ഓപ്പൺ ഡാറ്റ ഫോൾഡർ എടുക്കുക, MQL4 ഓപ്പൺ ആക്കുക. അതിലെന്ത് ചെയ്യുക? ഓപ്പൺ ആക്കുക, ഇൻഡിക്കേറ്റേഴ്സ് ഓപ്പൺ ആക്കുക. ഇവിടെ ആ ഒരു ഫയൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക. നോക്കിയേ, വന്നില്ലേ? fxssi.trading sessions, ഇതാണ് ആ ഒരു ഫയൽ എന്ന് പറയുന്നത്. ഇതവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇൻഡിക്കേറ്ററിൽ, അതായത് ഈ നാവിഗേറ്റർ സെഷനിൽ, ഇവിടെ ഇപ്പം നാവിഗേറ്റർ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഈ ഒരു നോക്കിയേ, ഫയലും സ്റ്റാറും ആ ഒരു എംബ്ലം നിങ്ങൾ കാണുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേറ്റർ ഇവിടെ വരും. അവിടെ ഇൻഡിക്കേറ്ററിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്കും താഴേക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ സ്ക്രോൾ ചെയ്തിട്ട് ആ ഒരു ഇൻഡിക്കേറ്ററിൽ നിന്നുള്ള സെഷനിലേക്ക് എത്തുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് നോക്കുക, നമ്മൾ ആ ആഡ് ചെയ്ത് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ടോ നോക്കുക. നോക്കിയേ, ഇതല്ലേ ഇൻഡിക്കേറ്റർ fxssi.trading sessions. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എബൌട്ട് മുതൽ നോക്കാം. എബൌട്ട് കോമണിൽ എന്ത് ചെയ്യുക? ഈ LODLL ഇമ്പോർട്ട്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻപുട്ട്സ്, ഇവിടെയാണ് ഇനി കാര്യങ്ങൾ വരുന്നത്. നോക്കിയേ, ടോക്കിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോക്കിയോ സെഷൻ. ഇവിടെ എന്താ? ഓൺ എന്ന് കാണിക്കുന്നില്ലേ? ഇവിടെ ഓൺ എന്ന് കണ്ടാൽ എന്താണ്? ടോക്കിയോ സെഷൻ ഇവിടെ ആഡ് ആകും. ഇവിടെ ഈ ഓൺ കൊടുക്കുന്ന സെഷനുകളൊക്കെ ഇവിടെ ആഡ് ആകും. ടോക്കിയോ സെഷൻ, നമുക്ക് ടോക്കിയോ സെഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ടാകും. അതിൻ്റെ ടൈം ഡീഫോൾട്ടായിട്ടുള്ള ടൈം തന്നെയാണ് സെറ്റ് ആയിട്ടുള്ളത്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ, സിഡ്നി സെഷൻ, നോക്കിയേ തരത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നിങ്ങൾ കാണുന്നുണ്ട്. പാസ്റ്റ് സെഷൻസ്, ഫ്യൂച്ചർ സെഷൻസ്, നോക്കിയേ, ഷോർട്ട് ടെൽ ടൈം ഫ്രെയിം, 4 hourൻ്റെ ടൈം ഫ്രെയിം വരെ. ഇതൊന്നും നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഈ കളർ സ്കീം നമ്മുടെ ഒരു കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡാർക്ക് കൊടുക്കുക. അതാകുമ്പോൾ ലൈൻസൊക്കെ കുറച്ച് ഡാർക്കായിട്ട് കാണും. സാധാരണയായി ഫോറക്സ് ട്രേഡിങ്ങിൽ ഈ 3 സെഷൻസിനാണ് ട്രേഡേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത്. സിഡ്നി സെഷൻസിന് അത്ര പ്രാധാന്യം കൊടുക്കാത്തതാണ്. ഈ 3 സെഷനുകൾക്കാണ് പ്രാധാന്യം, അതായത് ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് സെഷനുകൾക്കാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സിഡ്നി സെഷൻ അവിടെ ഓഫ് ആയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്കിതൊന്നുമല്ല ആവശ്യം, സിഡ്നി ഒന്നുമല്ല നമുക്ക് ആവശ്യം, അത് ഞാൻ പറയാം. ഇങ്ങനെയാണപ്പോൾ സെഷൻസ് ഇവിടെ ആഡ് ആക്കുന്നത്.
ഇതൊക്കെ കളറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇവിടെ തൽക്കാലം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇൻപുട്ടിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാർക്ക് കൊടുക്കുന്നു, നമ്മൾ ഓക്കെ കൊടുക്കുന്നു. നോക്കിയേ, അപ്പോൾ നമ്മളെ ട്രേഡിംഗ് സെഷൻസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ട്രേഡിംഗ് സെഷൻസ് വന്നിട്ടുണ്ടല്ലോ. നോക്കിയേ, നമുക്ക് 15 മിനിറ്റ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം, 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ഏത് ഉപയോഗിച്ചാലും പ്രശ്നമില്ല. രണ്ടിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അതായത് 30 മിനിറ്റ്സിൻ്റെയോ 1 അവറിൻ്റെയോ അതൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതിൽ രണ്ടിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇത് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ സെഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് ഓൾറെഡി ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കുക. ഇവിടെ എന്താണ് ഈ ഒരു ബോക്സ് എന്താണ്, ഇവിടെ നിങ്ങൾ ഇതിൻ്റെ മേലെ കാണുന്നില്ലേ ടോക്കിയോ സെഷനാണ്. ഈ ഒരു ബോക്സ് ടോക്കിയോ സെഷൻ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബോക്സ് എന്താണ്, ലണ്ടൻ സെഷനാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിലും കൂടിയില്ല നോക്കി ഇൻ്റർസെക്ഷൻ വരുന്നത് എവിടെയാണ്, ഇത് ഓവർലാപ്പ് ചെയ്യുന്നത് എവിടെയാണ്. ഇതാ ഈ ഒരു ചെറിയ ബോക്സ് നിങ്ങൾ കാണുന്നില്ലേ, അത് രണ്ടും കൂടി വരുന്ന ഇൻ്റർസെക്ഷൻ ആയിട്ട് ഈ ഒരു ചെറിയ ബോക്സ് നിങ്ങൾ കാണുന്നില്ലേ. ടോക്കിയോ സെഷൻ ഇവിടെയുണ്ട്, ലണ്ടൻ സെഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, ന്യൂയോർക്ക് സെഷൻ വേണ്ട. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സ് ലിസ്റ്റ് പോവുക, ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക. അപ്പോൾ എഡിറ്റ് കൊടുക്കുമ്പോൾ എന്താകും, നമുക്ക് ന്യൂയോർക്ക് സെഷൻ എന്താണ് ഒഴിവാക്കണം. ന്യൂയോർക്ക് ഇവിടെ ന്യൂയോർക്ക് ഓൺ എന്നുള്ളത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. അതിൽ ഓഫ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നോക്കിയേ, ന്യൂയോർക്ക് സെഷൻ പോയില്ലേ. ഇപ്പോൾ ടോക്കിയോവും ലണ്ടൻ സെഷനും മാത്രമാണുള്ളത്. ടോക്കിയോവും ലണ്ടൻ സെഷനും മാത്രമാണുള്ളത്. ഇനിയാണ് നമ്മുടെ സ്ട്രാറ്റജി വരുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കിയേ, ടോക്കിയോ സെഷനും ലണ്ടൻ സെഷനും പ്ലേ ചെയ്യുന്ന ആ ഒരു ചെറിയ പോർഷനും ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ സ്ട്രാറ്റജി, ആ ഒരു ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു പോർഷൻ, ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ ക്യാൻഡിലുകളുടെ ഹൈയും നോക്കുക, ലോവും നോക്കുക. ഹൈയും നോക്കുക, ലോവും നോക്കുക. എത്ര വരെയില്ല ഹൈയും നോക്കുക, ആ ഒരു ഓവർലാപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്തെ മാത്രം ഹൈയും നോക്കുക, ലോവും നോക്കുക. ഹൈയും നോക്കുന്നു, ലോവും നോക്കുന്നു. അത് മാർക്ക് ചെയ്ത് വെക്കുക. അത് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ ലണ്ടൻ സെഷൻ, ആ ഒരു ഓവർലാപ്പിങ് കഴിഞ്ഞ് ലണ്ടൻ സെഷൻ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. അതായത് ആ ഒരു ഇൻ്റർസെക്ഷനിലുള്ള ആ ഒരു ക്യാൻഡിലുകളുടെ ഹൈയും ലോവും മാർക്ക് ചെയ്യുന്നു. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് കണക്കായിട്ട് അങ്ങ് എൻട്രി എടുത്തേക്കുക. നോക്കിയേ, അതായത് ഇതിൻ്റെ ഹൈ ഇവിടെയാണ്, ഈ ഒരു ടോക്കിയോ ലണ്ടൻ ഓവർലാപ്പിങ്ങിൻ്റെ ഹൈ ഇവിടെയാണ്, ലോ ഇവിടെയാണ്. നോക്കിയേ, അപ്പോൾ ആ ലോൻ്റെ താഴേക്ക് പോകുകയാണ് മാർക്കറ്റ്. പിന്നീട് ആ ഒരു ഓവർലാപ്പിങ് സമയം കഴിഞ്ഞിട്ട് ആ ഒരു ലോൻ്റെ താഴേക്ക് പോകുകയാണ്. നോക്കിയേ, ലോൻ്റെ താഴേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യും. ടോക്കിയോ ലണ്ടൻ സെഷനുകൾ അതിൻ്റെ ഓവർലാപ്പിങ്. അപ്പോൾ ഓവർലാപ്പിൻ്റെ ഉള്ളിൽ ആ ഒരു സമയത്തുള്ള ക്യാൻഡിലുകൾ അതിൻ്റെ ഹൈ ഇവിടെയാണ് കേട്ടോ. നമ്മൾ ഈ ഗ്രീൻ ക്യാൻഡിൽ ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുക. ആ ഒരു ഹൈ ഇവിടെയാണ്, ലോ ഇവിടെയാണ്. അതിൻ്റെ ഹൈ ഇവിടെയാണ്, ലോ ഇവിടെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാത്തത്, ആക്ച്വലി അവസാനത്തോട്ടുള്ള ആ സമയത്തിന് തന്നെയാണ്. അതായത് അവസാനത്തെ ഒരു അരമണിക്കൂർ, അതിനാണ് ആക്ച്വലി പ്രാധാന്യം വരുന്നത്. അതുകൊണ്ടാണ്, അതായത് അവസാനത്തെ 15 മിനിറ്റ്, ഇതിപ്പോൾ 15 മിനിറ്റിൻ്റെ ആണല്ലോ. 15 മിനിറ്റിൻ്റെ ഈ ഒരു 2 ക്യാൻഡിൽ, അതായത് ഈ 2 ക്യാൻഡിലിനാണ് ആക്ച്വലി പ്രാധാന്യം വരുന്നത്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓവർലാപ്പിൻ്റെ ആ ഒരു സെഷൻ തന്നെ നമുക്ക് ആ ഒരു ഓവർലാപ്പിൻ്റെ ആ ഒരു സമയത്തെ 4 ക്യാൻഡിലുകൾ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം, ഹൈയും ലോവും. ഇതിപ്പോൾ അതിൻ്റെ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഇവിടെ 11.4 കാണുന്ന ആ ഒരു ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു റേഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യുക, ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ലോങ് പൊസിഷൻ എടുക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നു, ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങളിത് ഷോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും മോശമല്ലാത്ത പ്രോഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ ആലോചിക്കേണ്ടത്, ഇത് കുറേ നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സ്ട്രാറ്റജി അല്ല, സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. പെട്ടെന്ന് എൻട്രി എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ആവാനുള്ള സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ആണെന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. നോക്കിയേ, ഈ ഒരു പ്രോഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നോക്കി, അതുപോലെ തന്നെ ഇവിടെ ലോങ് എടുക്കുകയാണെങ്കിലും ആ ഒരു പ്രോഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇത് താഴേക്കല്ല, ഇതിപ്പോൾ ഷോർട്ട് ചെയ്യാനായിട്ട് ഇത് താഴേക്ക് പോയതുകൊണ്ട് ഷോർട്ട് ചെയ്തു. നേരെ മറിച്ച് ഇത് മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ, അതായത് ഓവർലാപ്പിൻ്റെ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലോങ് എൻട്രി എടുക്കുന്നു. നമ്മുടെ റിസ്കിന് കണക്കായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, എന്നിട്ട് ലോങ് എൻട്രി എടുക്കുന്നു, പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നു. സിമ്പിളാണ് സ്ട്രാറ്റജി, വളരെ സിമ്പിളാണ്.
നോക്കാം നമുക്ക് കഴിഞ്ഞ ഓവർലാപ്പിൻ്റെ സമയത്ത്, അതിൻ്റെ മുന്നത്തെ ഓവർലാപ്പിൻ്റെ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഈ ഹൈ കഴിഞ്ഞിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇത് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുമ്പോൾ എൻട്രി എടുത്ത് ബൈ ചെയ്ത് പെട്ടെന്ന് നിങ്ങളുടെ പ്രോഫിറ്റ് ഇത്രയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് ആവാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്, തിരിച്ചിത് വരുന്നു, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നു. താഴേക്ക് പോകുമ്പോൾ എന്താണ്, ഇത് താഴേക്ക് പോകുന്നു, വീണ്ടും മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് നല്ലൊരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്രധാനം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ റിസ്ക് റിവാർഡാണ്. നിങ്ങൾ എത്ര റിസ്ക് വെക്കുന്നു, നിങ്ങളുടെ റിസ്ക് റിവാർഡാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് നോക്കിയാൽ നിങ്ങൾ ഇതിപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. നോക്കിയേ, ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രം തന്നിട്ട് ഈ മൂവ്മെൻറ്റിൽ പ്രോഫിറ്റ് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ മൂവ്മെൻറ്റിൽ പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. ചെറിയൊരു മൂവ്മെൻറ്റ് താഴേക്ക് തന്നിട്ട് അത് മുകളിലേക്ക് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്രയൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ അത് ഹിറ്റായിട്ടുമുണ്ട്. ഇവിടെയും പറയാനുള്ളത് ഈ സ്ട്രാറ്റജി 100% അല്ല, ഇതിൻ്റെ വർക്കിംഗ് 100% വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി ഒന്നുമല്ല. തീർച്ചയായിട്ടും പ്രോബബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും പറയുന്നത് പോലെ പ്രോബബിലിറ്റി കൂടുതലുള്ള സ്ട്രാറ്റജിയാണ്. കാരണം നിങ്ങൾ എപ്പോഴും ഈ സ്ട്രാറ്റജി തന്നെ, ഈ ഒരു സമയത്ത് എപ്പോഴും ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ റിസ്ക് റിവാർഡ് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ മുന്നേ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇതാണ് ഹൈ വരുന്നത്, ഇതാണ് ലോ വരുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെയാണ് നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു റേഞ്ച് എത്ര വൈഡാവുന്നോ, അതായത് ഈ ഒരു ക്യാൻഡിലുകളുടെ ഹൈയും ലോവും തമ്മിലുള്ള നിങ്ങൾ നോക്കിയാൽ ആ ഒരു റേഞ്ചിൻ്റെ ഹൈയും ലോവും തമ്മിൽ ഇതുവരെ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വൈഡാണ്. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. ഇത് എത്രത്തോളം വൈഡാകുന്നോ അത്രത്തോളം നമ്മുടെ റിസ്ക്കും അവിടെ കൂടുകയാണ്. എത്രത്തോളം വൈഡാകുന്നു അത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് പോകാനുള്ള സാധ്യതയും അവിടെ കൂടുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ നെയറോ ആണെങ്കിൽ, ഇതിപ്പോൾ ഈ ഒരു 3 ക്യാൻഡിലിൻ്റെ മാത്രം റേഞ്ച് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് ഈ ഒരു റേഞ്ച് വലുതാണെങ്കിൽ അതിന് കണക്കായിട്ട് നമുക്ക് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. നോക്കിയേ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നു, താഴേക്ക് വന്നിട്ട് അതിന് തൊട്ട് മുന്നത്തെ ആ ഒരു റേഞ്ചിലേക്ക് ഏകദേശം പോയി, അതായത് തൊട്ടും ഒരു ലോയിലേക്ക് ഏകദേശം പോയിട്ട് അവിടെ നിന്നാണ് തിരിച്ചൊരു പുൾ ബാക്ക് ഉണ്ടാകുന്നത്. മുകളിലേക്ക് പോകുന്നു, ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്നില്ല, താഴേക്ക് തന്നെ വരുന്നു. നോക്കിയേ, അതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്നു. ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. നോക്കിയേ, അവിടെ ബ്രേക്ക് ഔട്ട് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്, അതായത് ഇത് ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വീഴുന്നു, എന്നാൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. നോക്കിയേ, ഈ ഒരു ക്യാൻഡിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് ക്യാൻഡിൽ തുടങ്ങി മുകളിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. നേരെ മറിച്ച് ഈ ഒരു ക്യാൻഡിലോ, 2 അരയുടെ ക്യാൻഡിൽ എവിടെയാണ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ആ ഒരു റേഞ്ചിലാണ്. അതായത് നമ്മൾ ഹൈ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു റേഞ്ചിൽ നിന്നാണ് തുടങ്ങുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് എന്താണ്, നേരത്തെ ഉണ്ടായ ആ ഒരു റെഡ് ബാറിനെ, അതായത് താഴേക്ക് പോയിന്റ് ചെയ്ത് ആ ഒരു ബാറിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബാറിനെയും ക്രോസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ആ ഒരു ഹൈയും ക്രോസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അതിന് ബ്രേക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ എൻട്രി എടുത്താൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയേനെ. ഹൈ മാർക്ക് ചെയ്യുന്നു, ലോ മാർക്ക് ചെയ്യുന്നു, അത് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ, അത് ബ്രേക്ക് ചെയ്യുന്നു, ഒരു ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്യുന്നു, 11 അരയുടെ ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്യുന്നു, എൻട്രി എടുക്കുന്നു, പ്രോഫിറ്റ് കിട്ടുന്നു. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്ര എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇനിയും ബേക്കിലേക്കുള്ള കാര്യങ്ങൾ ഇതിനു മുന്നേ എന്താ സംഭവിച്ചതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ട്രാറ്റജി പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള സ്കാൽപ്പേഴ്സിന് വേണ്ടി മാത്രമുള്ള വളരെ സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഇപ്പോൾ തന്നെ അണേബിൾ ചെയ്ത് വെക്കുക. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതുവരെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ FXTMൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വെച്ച് തന്നെ ഓപ്പൺ ആക്കുക, എന്നാലും നമുക്ക് കൂടുതൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾറെഡി FXTMൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഫോർമാറ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ നമ്മുടെ ആ ഒരു ലിങ്കിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഫോർമാറ്റ്, നമ്മുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഫോർമാറ്റ് മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഞാൻ സെൻഡ് ചെയ്ത് തരാം. മറ്റ് ബ്രോക്കേഴ്സ് വെച്ച് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഇപ്പോൾ IC മാർക്കറ്റ്സ് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, തീർച്ചയായിട്ടും വളരെ നല്ല ബ്രോക്കർ തന്നെയാണ് IC മാർക്കറ്റ്സ് ഒക്കെ. പക്ഷേ നമുക്കെന്താണ്, ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾ, നമ്മുടെ ആ FXTM ലിങ്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓൾറെഡി വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ CO2 റിപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. എല്ലാവർക്കും നന്ദി.